ഞാൻ നേരത്തെ പറഞ്ഞ സംവാദങ്ങളിലൂടെ എന്ന പുസ്തകത്തിൽ അബ്ദുൽ മലിക് സലഫി എഴുതാൻ നേരത്തെ നമ്മൾ വാദം മനസ്സിലാക്കി ഞാൻ അത് ആവർത്തിക്കുന്നില്ല. ഫൈസൽ മൗലവി തന്റെ വാദം സ്ഥാപിക്കാൻ സംവാദത്തിൽ ഖുർത്തുബിയുടെ തഫ്സീറാണ് വായിച്ചത്. ആ തഫ്സീറിൽ ഞാൻ പറഞ്ഞ കാര്യമില്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ, ഖുർത്തുബിയുടെ തഫ്സീർ കയ്യിൽ തരാമെന്ന് 2 തവണ ഫൈസൽ മൗലവി പറഞ്ഞിട്ടും സുല്ലമി തയ്യാറായില്ല. ഖുർത്തുബിയുടെ തഫ്സീർ കയ്യിൽ തരാമെന്ന് 2 തവണ ഫൈസൽ മൗലവി പറഞ്ഞിട്ടും സുല്ലമി തയ്യാറായില്ല. ഖുർത്തുബിയുടെ തഫ്സീർ കയ്യിൽ തരാമെന്ന് 2 തവണ ഫൈസൽ മൗലവി പറഞ്ഞിട്ടും സുല്ലമി തയ്യാറായില്ല. ഇബ്നു അബ്ബാസിന്റെ പേര് അവിടെ ഉദ്ധരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് എന്ത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വായിക്കാൻ തയ്യാറാണ്, തെളിയിക്കാൻ തയ്യാറാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വായിച്ചത് ഇല്ലെങ്കിൽ, അത് കളവാണെങ്കിൽ, അത് കിതാബിലില്ലെങ്കിൽ, അത് തഫ്സീറില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഏത് തഫ്സീറാണോ ഞാൻ വായിച്ചത് ആ തഫ്സീർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസിന്റെ പേര് അവിടെ ഉദ്ധരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് എന്ത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വായിക്കാൻ തയ്യാറാണ്, തെളിയിക്കാൻ തയ്യാറാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വായിച്ചത് ഇല്ലെങ്കിൽ, അത് കളവാണെങ്കിൽ, അത് കിതാബിലില്ലെങ്കിൽ, അത് തഫ്സീറില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഏത് തഫ്സീറാണോ ഞാൻ വായിച്ചത് ആ തഫ്സീർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പത്തപ്പിരിയത്തെത്തിയപ്പോ ചോദിക്കുന്നത് എവിടെയാണ് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത്, പറ്റുമെങ്കിൽ സമയം പറയണം. അവിടെ എടുത്ത് വായിച്ചു കൊടുത്തു നമ്മള്, 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 എടുത്ത് വായിച്ചു കൊടുത്തു നമ്മള്.